തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. ബാക്കിയുള്ളവരുടെ പേരുകൾ പിന്നാലെ പ്രസിദ്ധീകരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ഗാനം രാജീവ് ചന്ദ്രശേഖർ പുറത്തിറക്കി. മാറ്റത്തിന് ആഹ്വാനം നൽകുന്നതാണ് ഗാനമെന്നും രാജീവ് പറഞ്ഞു. ഇന്ന് ആദ്യത്തെ ബാച്ച് സ്ഥാനാർത്ഥി ഇന്ന് പ്രഖ്യാപിക്കും. ബാക്കി വരുന്ന 1-2 ദിവസത്തിൽ കംപ്ലീറ്റ് ആവും. PS അനുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനു, നേരത്തെ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ചില മണ്ഡലങ്ങളിലൊക്കെ അവരുടെ സ്ഥാനാർത്ഥികൾ അനൌദ്യോഗികമായി പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരുന്നു. അപ്പോൾ ആ പേരുകൾ തന്നെയായിരിക്കുമോ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ മറ്റിടങ്ങളിലും ഉണ്ടാകുമോ? ഈ ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് ധാരണ അത് ഉണ്ടാകാത്തത് കൊണ്ടാണോ പട്ടിക ഘട്ടം ഘട്ടമായി വരുന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങളുള്ളത്? അപ്പോൾ ഒരു പ്രചാരണ ഗാനവും പുറത്തിറക്കിയെന്ന് പറയുന്നു. തീർച്ചയായും ബി.ജെ.പിയും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്നു. ഇന്ന് ബി.ജെ.പിയുടെ പ്രധാന A+ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള പട്ടിക ഇന്ന് ആദ്യഘട്ട പട്ടിക പുറത്തിറക്കുമെന്നാണ് അല്പസമയം മുമ്പ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ, കഴക്കൂട്ടത്ത് വി മുരളീധരൻ, വട്ടിയൂർക്കാവ് ആർ ശ്രീലേഖ തുടങ്ങിയ കാട്ടാക്കട P.K. കൃഷ്ണദാസ്, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള A+ മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഏകദേശം 30 സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ ഉണ്ടാകും. അതേസമയം ഈ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. നേരത്തെ 40 നിന്നും കഴിഞ്ഞ തവണ 23ലേക്കും ഇത്തവണ BDJS എത്ര സീറ്റ് കൊടുക്കണം എന്നുള്ള കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം എത്തിയിട്ടില്ല. ഇത്തവണ 2020 ഏകദേശം 20-30 സീറ്റ് വരെ അവർ ചോദിക്കുന്നുണ്ട്. അതിലും ധാരണയായിട്ടില്ല. കാമരാജ് കോൺഗ്രസ് 5 സീറ്റ് ചോദിക്കുന്നുണ്ട്. അതിലും ധാരണയായിട്ടില്ല. നാളെയാണ് ഈ ഘടകകക്ഷികളുമായിട്ടുള്ള അവരുടെ സീറ്റ് ചർച്ച നടക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടെ വന്നിട്ടായിരിക്കും പൂർണ്ണമായ ഒരു പട്ടിക പ്രസിദ്ധീകരണം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും നിയമം ഉൾപ്പെടെയുള്ള സീറ്റുകളുടെ പ്രഖ്യാപനം ഇന്ന് ഉണ്ടാവുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവരുടെ ഔദ്യോഗിക ഈ പ്രചാരണ ഗാനം അവർ ഇന്ന് പുറത്ത് ഇറക്കിയിട്ടുണ്ട്. ഈ ഭരണമാറ്റം തന്നെയാണ് അവരും ലക്ഷ്യമിടുന്നത്. പ്രധാനപ്പെട്ട കഴിഞ്ഞ തവണ നിയമത്ത് പൂട്ടിയ അക്കൗണ്ട് ഉൾപ്പെടെ വീണ്ടും തുറക്കുക, കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് അക്കൗണ്ട് തുറപ്പിക്കുക എന്നുള്ളതാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു. നാളെ ഉപേക്ഷിച്ച് ചർച്ച നടക്കും. ഇന്നിപ്പോൾ ആദ്യഘട്ട പട്ടികയും തുടർന്ന് മറ്റ് സമ്പൂർണ്ണ പട്ടികയും ഉടൻ തന്നെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് ബി.ജെ.പി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്.